റിയാസ് മൗലവി കേസിൽ രാഷ്ട്രീയം കലർത്തുന്നതിന് വേണ്ടി, എൻ്റെ ദൗർഭാഗ്യവശാൽ ഈ കേസിൻ്റെ വിധി പറഞ്ഞത് ഇലക്ഷൻ്റെ സമയത്തായതിനാൽ കഥ അറിയാതെ ആട്ടമാടുകയാണ് മുൻ DGP ആസഫ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതെന്തോ ആവട്ടെ. ഈ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച്, അതായത് മെറിറ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല. ഒന്ന്, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും അന്വേഷണ ഏജൻസി ഒരു ഫോണ് കണ്ടെടുത്തിരുന്നു, സിം കാർഡുകൾ കണ്ടെടുത്തിരുന്നു, കാർഡ് റീഡർ കണ്ടെടുത്തിരുന്നു, അല്ലേ? അതല്ല, മെമ്മറി കാർഡ്. അതെന്തുകൊണ്ട് അന്വേഷണ ഏജൻസി വിദഗ്ധ പരിശോധന കഴിച്ചില്ല? ഈ മൊബൈൽ ഫോണോ അതുപോലെ തന്നെ സിം കാർഡോ അന്വേഷണ ഏജൻസി അയച്ചില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ അതുകൊണ്ടൊരു കേസ് വെറുതെ വിടണം. രണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ കേസിനെ വിമർശിക്കുന്ന രാഷ്ട്രീയക്കാരോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഡിഫൻസ് വക്കീലന്മാർ, അതായത് പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീലന്മാർ ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഈ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഭീകരവാദ ബന്ധമോ എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളോ വന്നിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യം ഡിഫൻസ് ചോദിച്ചിട്ടുണ്ടോ? അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അങ്ങനെ ചോദിച്ചാലോ? അങ്ങനെ ചോദിച്ചാൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ ഞാൻ അവിടെയുണ്ട്. ആ സമയത്ത് എനിക്കത് അയക്കാൻ വേണമെങ്കിൽ ഡിഫൻസിന് അത് അയച്ചുകൂടെ? ഇക്കണക്കിന് ആ മൊബൈൽ ഫോണും അയച്ചിരുന്നെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു പക്ഷേ അതിൽ നിന്ന് കണ്ടെത്തിയ ഒരു ആൽബമുണ്ട്. ആ ആൽബത്തിൽ റിയാസ് മൗലവിയുടെ കൈക്കുഞ്ഞിൻ്റെ ഫോട്ടോ ഉണ്ട്, അയാളുടെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ട്, 4-5 മറ്റാൾക്കാരുടെ ഫോട്ടോ ഉണ്ട്. അതിലേക്കൊക്കെ അന്വേഷണ ഏജൻസി പോകണം. അതാണോ ക്രിമിനൽ? അങ്ങനെയാണെങ്കിൽ ഒരു കേസ്, ഇന്ത്യ രാജ്യത്തിലുള്ള ഒരു കേസ് നമുക്ക് അന്വേഷിച്ച് തീർക്കാൻ പറ്റുമോ? വാദം പറഞ്ഞ് തീർക്കാൻ പറ്റുമോ? നേരെ മറിച്ച് ഈ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു. പോലീസ് കണ്ടെടുത്തിട്ട് ആ മൊബൈൽ ഫോൺ കോടതിയിൽ ഹാജരാക്കാതിരിക്കുകയും ആ മൊബൈൽ ഫോണിനെ കുറിച്ച് പ്രതിഭാഗത്തിനൊരു തർക്കവും ഉന്നയിച്ച് അത് ഡെവലപ്പ് ചെയ്തു വന്നാൽ മാത്രമേ ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു പ്രാധാന്യം ഈ കേസിലുള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ വളരെ തുറന്നു പറയട്ടെ, ഇത് പ്രോസിക്യൂഷനും ഡിഫൻസിനും ഇല്ലാത്തൊരു കേസാണ് ഈ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് പ്രോസിക്യൂഷനുമില്ല, ഡിഫൻസും ചോദിച്ചിട്ടില്ല ഒരു ചോദ്യം. കാരണം ഇത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അറിയാം. നിങ്ങൾക്ക് ഒരു മൗലവി 8,000 രൂപക്ക് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് നമ്മളെ നാട്ടിൽ ജോലി ചെയ്യുന്നൊരു പാവം, അദ്ദേഹത്തിൻ്റെ സാലറി 8,000 രൂപയാണ്. അദ്ദേഹത്തിന് വരുന്ന ഭക്ഷണം പുറത്തു നിന്ന് വരുന്ന വീടുകളിൽ നിന്ന് വരുന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിൻ്റെ കൂടെ പുറത്തു നിന്നും അയാളെ സ്നേഹിക്കുന്ന ആളുകൾ കൊടുക്കുന്ന 1000 രൂപയുടെ നോക്കിയ ഫോൺ, 1-2 ചെറിയ സിം കാർഡുകൾ, ഇതൊക്കെ അന്വേഷണത്തിന്, അതായത് അന്വേഷണ ഏജൻസി അയച്ചില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഈ കാര്യം കൊണ്ട് ഒരു വലിയ ക്രിമിനൽ കേസ്, അനേകം തെളിവുകളുള്ള ഒരു ക്രിമിനൽ കേസ് വെറുതെ വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഈ മൊബൈൽ ഫോൺ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റ് തെളിവുകൾ, അതായത് ഈ കേസിൽ 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരെ അവൈലബിളായ തെളിവുകൾ എന്താണ്, അതായത് തൻ്റെ മുമ്പിലുള്ള തെളിവുകൾ എന്താണ് എന്നാണ് ഒരു ന്യായാധിപൻ പരിശോധിക്കേണ്ടത്.